ഏതാ ഇഡ്ഡലി? ദോശ കഴിക്കാൻ പോവാണോ? ദോശ. അവിടെ ചിക്കൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മള് രാവിലെ രാവിലെ ആക്ച്വലി ബ്രഞ്ച് ടൈം ആയി. നമ്മള് 10 മണി 10 ഉള്ളൂ. 10 മണി 10 കറക്റ്റ്. അപ്പൊ ഞങ്ങളിതാ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ബ്രഞ്ച് ഓർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചട്നി മാമിയിലോട്ട് പോകും. ഇവിടെ അടുത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. കുറെ റീൽസിലൊക്കെ കണ്ടിട്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ പണ്ട് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നതായിരുന്നല്ലോ അവരുടെ വേറൊരു ഷോപ്പിൽ. ശരിയാ, വഴിയോര കടയില് അവരുടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത കുറച്ചായല്ലേ? കുറച്ച് ഇപ്പോഴാണ് അടുത്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പൊ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇറങ്ങുന്നു. എല്ലാവരും റെഡിയായി. ഇസുവിന്റെ ടൈം സോൺ ബാഹുബലി ദോശ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നുണ്ട്. അതെ, പിന്നെ ഇസുവിന്റെ ടൈം സോൺ ഇപ്പോഴും മാറിയിട്ടില്ല. ഇസു ഇപ്പോഴും UK ടൈം സോണിലാണ്. അതായത് ഇന്ത്യൻ ടൈം സോണിൽ എണീക്കും, പക്ഷെ UK ടൈം സോണിലാണ് ഉറക്കം. ഇന്നലെയും വെളുപ്പിന് 3 മണിയായി ഇവിടത്തെ ഉറങ്ങിയപ്പോഴത്തേന്. പക്ഷെ അവളിപ്പോൾ എണീറ്റിട്ടുണ്ട്, അവൾ എണീപ്പിച്ചിട്ടുണ്ട്. ലെറ്റ് സി, അവൾ കുറച്ച് ദിവസം കൂടെ എടുക്കുമായിരിക്കും അല്ലേ ബാക്ക് ടു ഇതിൽ വരാനായിട്ട്. ഇസുവിനെ കാണിക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ ലണ്ടൻ മെൽ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇസു ഇങ്ങോട്ട് നോക്കിയേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇസു ഗുഡ് മോർണിംഗ്. ഇത് ഇസുവിന്റെ നെറ്റിയില് ഇസു ഫിത്തിയിൽ പോയി തട്ടിയതാണ് കേട്ടോ. അത് മഴിച്ചിരിക്കുന്നല്ലേ, എനിക്കത് മാറിയില്ല. ഇസു ഗുഡ് മോർണിംഗ്. ദോശ കഴിക്കാൻ പോ. ദോശ ഇഡ്ഡലി. ഇസുവിന് എന്താ വേണ്ട? ദോശ ഇഡ്ഡലിയോ? ഇഡ്ഡലി. ഇസുവിന് ഇഡ്ഡലി ഫേവറേറ്റാ. നോക്കുന്നു ബൈക്കിൽ വരുന്ന മിഞ്ചു കുഞ്ഞാറ് ആണ്. ഇസുവിന് അങ്ങനെ ഡ്രസ്സ് എടുപ്പിച്ചാണ് കേട്ടോ. അതായത് പാമ്പി മാറ്റി ഉടുപ്പിടി. ഇസു പല്ലൊന്നും തേപ്പിച്ചില്ല. സൺസ്ക്രീൻ. ഇസുവിന് സൺസ്ക്രീൻ ഒന്ന് എടുത്തേക്കാണ്. ഞാൻ മറന്നു ഇസുവിന്റെ സൺസ്ക്രീൻ എടുക്കാനായിട്ട്. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇസു എവിടെ പോന്നേ? എവിടെ പോന്നേ? എവിടെ ദോശ കഴിക്കാന്? ഏതാ ഇഡ്ഡലി? ദോശ കഴിക്കാൻ പോവാണോ? ദോശ. അവിടെ ചിക്കൻ കിട്ടോ എന്റെ കൊച്ചിന്? ചിക്കൻ ഇന്ന് Arizona. Kochauli. Stop. Left. Kocha stop. Alle so. Kocha speed pona. So slide evide isinde? Kocha ode poi. Kocha poyo? ബൈക്കിൽ പോകുന്നു. ജയിച്ച വിസു ഇതൊക്കെ ഹായ് പറഞ്ഞ. ഫ്ലൈങ് സോഡ് ആരീസാ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ടൈം UK ടൈം സോണിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈസുവിൻ്റെ കുറച്ചും കൂടെ, കാരണം അവൾ കുഞ്ഞാണല്ലോ, അവൾക്കത് ഈ ഒരു കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വെതർ നല്ല തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ചൂടാണല്ലോ. അപ്പോൾ ആ ചൂട് അവൾക്ക് കുറച്ച് സെറ്റായിട്ട് വരണം. അതുപോലെ തന്നെ ഞാൻ അവളെ രാവിലെ ഉറക്കം എണീപ്പിക്കാതെ എടുത്ത് തലയൊന്നും ചെയ്യാതെ ജസ്റ്റ് മാമ്പിയൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതേപോലെ എടുത്തിട്ട് വന്നതാണ്. സോ അവളുടെ കംഫർട്ടബിൾ സോണ് തെറ്റിക്കേണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ ചട്നി മാമിയിൽ എത്തി കേട്ടോ. നല്ല നൈസ് ആംബിയൻസ് ആണ്. അകത്തോട്ട് കയറി നോക്കട്ടെ എന്താന്ന്. ഹായ്.
അവിടെ ഒരു ബട്ടർഫ്ലൈ കേട്ടോ, അത് ഇസുവിന് കാണിച്ചു കൊടുക്കുവാണ്. എന്താ ഇസു ബട്ടർഫ്ലൈയാ? ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം നമ്മൾ കേട്ടുള്ളത് ബാഹുബലി ദോശ. അതൊരു ഭയങ്കര ഒരു ബിഗ് ദോശ നിങ്ങൾക്ക് കാണാം, ഇനിയിപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ എത്തിയതൊരു ബ്രഞ്ചിൻ്റെ ടൈമിലായിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചും അല്ല ബ്രേക്ക്ഫാസ്റ്റും അല്ലാതെ കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞു, വടയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര നിരാശയായിട്ടിരിക്കുകയാണ്. കാരണം വട കഴിക്കണം എന്നുള്ള ക്രേവിങ്സിലാണ്, എന്ത് ഓർഡർ ചെയ്താലും വട വേണം എന്നുള്ള ക്രേവിങ്സിലാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. സോ എനിവേ ദോശയൊക്കെ ഉണ്ട്, കുറേ ഐറ്റംസൊക്കെ ഇല്ല. ഓ മണി അടിച്ചു. അങ്ങനെയാണ് കേട്ടോ ഈ ബാഹുബലി ദോശ വരുന്നേ. ബാഹുബലിയുടെ പാട്ട് വിടും. കോപ്പറേറ്റ് കിട്ടുമോ എന്തോ. ഇസ് നോക്കുന്നുണ്ടോ? ഇസ് അതെന്താന്ന് വെച്ചേ? ദോശ ദോശ, വലിയ ദോശ. എന്തിനാ ഇച്ചു പല്ല് തേക്കാതെ വന്നേ. ഇച്ചു ബ്രഷ് ചെയ്തില്ല. പേരിന് വേണ്ടി എന്നും ബ്രഷ് പേസ്റ്റ് തിന്നും. പല്ല് തേക്കലല്ലാതെ പേസ്റ്റ് തിന്നലാണ്. വെള്ളം കൊടുക്കും. ഓ യമ്മി വാട്ടർ. മിഞ്ചി താന്ന് പറ. മുടി മുടി സ്ട്രൈറ്റ് നോക്കുക. മുടിയാ നോക്കത്തെ. അത്ര തന്നെ ചിന്തിച്ചത് അതാ. അതെന്താ മുടി അങ്ങനെ സ്ട്രൈറ്റ് കിടക്കുന്നത്? നമുക്കുള്ള ബാഹുബലി ബാഹുബലി മസാല ദോശ വരുന്നേ. ഈ സൈഡിൽ തന്നെ വെപ്പിച്ചു. അങ്ങോട്ട് തിരിക്കാൻ പോരെ. ഇസു അവിടെ വെക്കാ. ചെല്ല് ചെല്ല്. ഇസു ദോശ ഇവിടെയൊന്നും പറഞ്ഞിപ്പോ ഇങ്ങ് വരും. ബാ ബാ ഇസു ഇനി ബാ. ഇനി ബാ ഇനി ബാ. നീ പറഞ്ഞിട്ടുണ്ടോ? ദോശ കഴിക്കാൻ വന്നതാ. കറിക്ക് അപ്പുറം സൈഡ് പോകണം. ഇത് പായസം. ഓരോ കാര്യം അങ്ങോട്ട് എടുത്തേ. യമി ചമ്മന്തി നമ്മുടെ സാമ്പാർ, ചട്നി. ആ ഈ ചട്നി നല്ല ഉണ്ടല്ലേ. അടിപൊളി ദോശ കേട്ടോ. മീൻസ് നല്ല ക്രിസ്പി ദോശ വിത്ത് ലോട്ട്സ് ഓഫ് ചട്നി. ഓ ഇവിടെ കുറെ കറികളുണ്ട്, സദ്യ പോലെ അല്ലേ. ഇങ്ങനെ കൊറേ സദ്യ പോലെ എന്ത് പിന്നെ
ഇസുവിന് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇസു വളരെ ചെറുതിലെ എപ്പോഴാണ് അവളുടെ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവൾ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആളാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് ഞാൻ അവൾക്കിങ്ങനെ ഫുഡ് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നതായാലും പുറത്തുനിന്നായാലും അവൾക്കത് കൊടുത്ത് അവൾക്കത് ഇഷ്ടപ്പെട്ട് അവളത് കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് കേട്ടോ. എനിക്ക് വളരെ ചെറുതിലെ അവളുടെ ഒരു 6 months കഴിഞ്ഞ് അവൾക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ഫോളോ ചെയ്ത ഒരു കാര്യം, കഷ്ടപ്പെട്ട് അവൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് പകരം ഫുഡിനെ അവൾക്ക് ഇഷ്ടപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ്. ഫുഡിനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അവസരങ്ങൾ ഒരുപാട് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് റിയലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇസുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിലൊന്നാണ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മുടെ ഗീ റോസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അവളുടെ ഫേവറേറ്റ് ആണ്. അതും സാമ്പാറിലെ ക്യാരറ്റാണ് അവളുടെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ ചോറില്ലാത്തവർക്ക് പറ്റില്ല. 2 ദിവസമൊക്കെ ചോറ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉറക്കത്തിൽ തന്നെ വിളിച്ചുണർത്തിയിട്ട് മമ്മ ചോറ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ രാവിലെ തലേന്ന് ഞാൻ ചോറ് ഓഫർ ചെയ്യുവാണെങ്കിൽ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എണീറ്റിട്ട് അവൾ എന്നോട് ചോറ് ചോദിച്ചിരിക്കും. അങ്ങനെ ഒരു ഇതിൽ കൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതെന്താ പറയുക, ഇത് ഭയങ്കര രസമുള്ളൊരു, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ആണത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ, അതായത് ഇറങ്ങുമ്പോഴത്തേന് തന്നെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് മീനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്ത് അങ്ങനെ ഒരു ഇത്രയും ഭയങ്കര ഇങ്ങനെ ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് മുമ്പില്ലായിരുന്നു കേട്ടോ. ഇത് ഈ 2 yearനകത്ത് വന്നത്, പക്ഷെ നൈസ് ആയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ബാഹുബലി അവര് കാറിൽ പോയി കേട്ടോ. അപ്പൊ ഞങ്ങള് ബൈക്കിൽ പോവാന്ന് വിചാരിച്ചിട്ടാ അല്ലെ, തിരിച്ച് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറണം. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ബൈക്കിൽ പോയി. ഇസു കാറിൽ അവരുടെ കൂടെ. ലെറ്റ്സ് ഗോ. എത്ര കുറെ നാളായില്ലേ നമ്മൾ ബൈക്കിൽ? എത്ര? 2 വർഷം. ആഫ്റ്റർ 2 years ബൈക്ക് റൈഡ്. കുറെ നാളിന് ശേഷം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ബൈക്കില് ഒരു 2 year. അതെ, ലാസ്റ്റ് ഇവിടെ ഒരുമിച്ച് വന്നപ്പോഴാണ്. ആ ഒരു വൈബ് കിട്ടിയപ്പോൾ കുറെ നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ ആയിരുന്നു കേട്ടോ. വലിയ ചൂടില്ല നാട്ടിൽ, വലിയ ചൂടില്ലല്ലോ. അറൗണ്ട് 4 months ആയപ്പോഴും ഞങ്ങൾ വന്നത്. പിന്നെ അവർക്ക് 6 months ആയപ്പോഴും ഞങ്ങൾ ലാസ്റ്റ് തിരിച്ചു പോയത്. എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ആ സമയത്ത് ഭയങ്കര ചൂട്, മീൻസ് ഒരു ഹ്യൂമിഡിറ്റിയുള്ള ചൂടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ ചൂടുണ്ട്, പക്ഷെ ആ ഒരു ഹ്യൂമിഡിറ്റിയുള്ള ചൂടല്ല, വെയിലുണ്ട്. അങ്ങനെ പക്ഷെ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു കുറച്ച് പാടാണ്. എന്നാലും പക്ഷെ അവളതൊന്നും ഇതാക്കുന്നില്ല. അത് ഭയങ്കര എൻജോയ് ചെയ്തു. ഫുള്ള് പുറത്തൊക്കെ ഇറക്കി ഫുള്ള് ബഹളമാണ്. അവളുടെ സ്കിന്നിലൊക്കെ ബേണാവുന്നുണ്ട് വെയിൽ തട്ടിയിട്ട്. തട്ടി വേണ്ടിയിട്ടൊന്നും രക്ഷയില്ല. കാണത്തില്ല, ഞാൻ പറഞ്ഞു. ഞങ്ങള് ചടയമംഗലം എത്തി കേട്ടോ. നിങ്ങൾക്ക് ജഡായു പാറ കാണിച്ചു തരാൻ പറ്റിയ ഇവിടെ ഒരു ജഡായു സ്റ്റാച്ചു ഉണ്ടല്ലോ. വേൾഡ് ഫേമസ് അല്ലേ അത്? അതോ ഇന്ത്യൻ ഫേമസ് ആണോ? പക്ഷെ അത് ഞാൻ ക്യാമറ എടുത്തപ്പോഴേക്കും അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുകളിലായിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ എടുക്കുന്ന ടീഷർട്ട് നിങ്ങൾ കണ്ടോ? ഇതിന് എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഈ ടീഷർട്ട് ഇട്ട് ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞു. ഞാനിതിട്ട് ഓഫീസിൽ ഷാനു ഓക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. ഞാനൊരു ദിവസം ഇത് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്തുള്ള ആ സിമ്പിൾ കണ്ടോ, ആ ലോഗോ ഭയങ്കര ഫണ്ണായിരുന്നു.
നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. ഇവിടെ നല്ല കളക്ഷൻ. ഞാൻ യൂഷ്വലി ഇവിടുന്ന് എൻ്റെ സ്ഥലം അവിടെ ഇല്ല, ഞാൻ കടയ്ക്കൽ അവിടെ അഞ്ചൽ കിട്ടാറുണ്ട് എനിക്ക് നല്ല കളക്ഷൻ. പിന്നെ കടയ്ക്കലാണ് കിട്ടാറ്. 1000 വന്നിട്ട് ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ എനിക്ക് നാട്ടിൽ കഴിഞ്ഞ 7 വർഷത്തിനകത്തുള്ള സംഭവം കേട്ടോ. ഇവിടെ കുറച്ച് കളക്ഷൻ കയറിയപ്പോഴേ കളക്ഷൻ ഉണ്ട്, കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് നല്ല ഡ്രസ്സൊന്നും എടുക്കാതെ വന്നു കേട്ടോ. ഞാൻ മീൻസ് സ്കേർട്ട് എടുത്തിട്ടുണ്ട്, അതിന് ഉടുപ്പ് എടുത്തിട്ടുണ്ട്, അതിന് പാൻറ് എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് വാങ്ങാന്നുള്ള ഇതിൽ ഇപ്പം ഏകദേശം 3 ദിവസം ആവുന്നത്, 2 ദിവസം ജെറ്റ്ലാഗ് കഴിഞ്ഞിട്ട് 2 ദിവസം ആവുന്നു. പക്ഷെ പുറത്തിറങ്ങാൻ സമയം കിട്ടിയിട്ടേ ഇല്ല. അതാണ് മെയിനായിട്ട് ഞങ്ങൾ ബൈക്കിൽ വന്നിട്ട് ഞങ്ങളിവിടെ ഈ ഷോപ്പിൽ കയറി അകത്ത് പാട്ടിട്ടേക്കുവാണ് കേട്ടോ. അതാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടിട്ടില്ല, നല്ല കളക്ഷനുണ്ട്. എനിക്ക് എന്താണ് പൊതുവേ ഒരു കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് അങ്ങനെ ഡ്രസ്സിങ് പണ്ട് തൊട്ടേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പറ്റിയ കളക്ഷൻസ് നമ്മുടെ സ്ഥലത്ത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഷോപ്പ് കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. കുറേ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒക്കെ കിട്ടി ഇവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഷാനു ഓൾമോസ്റ്റ് എനിക്കൊന്ന് 2 hours മുകളിലായി ഞങ്ങളിവിടെ. പക്ഷെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ 2-3 ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. So he's here. അങ്ങനെ ഇന്ന് ആഷിക്ക് എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ആഫ്റ്റർ 3 days ഞങ്ങൾ വന്നിട്ട് ആഷിക്ക് ഇന്ന് പോവാണ് തിരിച്ച്. അവന് നല്ല വിഷമമുണ്ട് ഈസുവിനെ വിട്ടിട്ട് പോകുന്നത്. അത് കാണുമ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാരും അറിയാത്ത രീതിയിൽ മനസ്സിലാവാത്തതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ ഈസുവിനൊന്നും മനസ്സിലാവുന്നില്ല ആഷിക്ക് പോവാണ് എന്നുള്ള ഇത്. ഈസു അങ്ങനെ പ്രോപ്പറായിട്ട് ഈസുവിന് മനസ്സിലാവുന്നില്ല. ആഷിക്ക് ഇവിടെയാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ലൈഫിൽ ചില ഇമോഷണൽ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. അതായത് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ് ആ മൊമെൻറ്റ്. എന്നാൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മളത് എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഇമോഷണൽ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കൂളായിട്ട് എടുക്കില്ല. ഇവിടെ ഇവിടെ ഉമ്മി ഇവിടെ ഉമ്മി ഇവിടെ ഇസു ഇവള് ഉമ്മീന്ന് തുടങ്ങിയതാണ്. എന്തൊക്കെയോ വിളിക്കും. ആശു കൊച്ചു പോന്നു ഇസു. ഹെൽമെറ്റ് എടുത്ത് കൊടുക്കാൻ. താങ്ക് യു. ഒന്ന് പോയി തരുമോ? എല്ലാവർക്കും കൊടുക്കും. ഉപ്പ കൊടുക്കും. ഉപ്പ ഇവിടെ നമുക്കറിയാം.